അനിൽ നമ്പ്യാർ ഈ സഞ്ജീവ് ഭട്ടിന്റെ കേസ് പറഞ്ഞിരുന്നു ഷാക്കീറിന് വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ ഉണ്ടാവില്ല ഈ വീഡിയോ. ഈ സഞ്ജീവ് ഭട്ടിനെ ആരാണ് ജയിലിലിട്ടത്? സുപ്രീം കോടതിയാണ്. ഇദ്ദേഹം നമ്പർ 1 കള്ളൻ, നമ്പർ 1 ലയർ എന്ന് പറഞ്ഞ ആളാണ് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ. ഇല്ലാത്ത നുണ പറഞ്ഞുണ്ടാക്കി. പിന്നെ ഒരാൾ ഓർമ്മയുണ്ടെങ്കിൽ ശ്രീകുമാർ DGP ആയിരുന്നു, മലയാളിയായിരുന്നു. നമ്പിനാരായണനെ അറസ്റ്റ് ചെയ്ത ആള്, നമ്പിനാരായണനെ ടോർച്ചർ ചെയ്ത ആള്. അദ്ദേഹം പറഞ്ഞു ഞാൻ നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റ് മീറ്റിംഗിൽ ഇരിക്കുകയായിരുന്നു. അതും നുണയെ വന്നു. അപ്പൊ ഈ പറഞ്ഞ സഞ്ജീവ് ഭട്ടിന്റെ കാര്യം പറഞ്ഞ ആദ്യമായിട്ട്, അടുത്ത കാലത്ത് ആദ്യമായിട്ടാണ് ഒരു IPS ഓഫീസർ റാങ്ക് പോൾക്ക് എടുത്തു കളഞ്ഞു രാഷ്ട്രപതി സുപ്രീം കോടതി പറഞ്ഞിട്ട്. IPS അല്ല അദ്ദേഹം ഇപ്പൊ ജയിലിൽ കിടക്കണം. എന്തിനാ? നുണ പറഞ്ഞ ആൾക്കാരെ ടോർച്ചർ ചെയ്ത്. ഈ ഗുജറാത്ത് റൈറ്റ്സ് ആയിട്ട് ഒരു സംബന്ധമില്ലാട്ടത്. ഇയാള് കള്ള ബോംബ് കൊണ്ട് പുറത്ത് കൊണ്ട് RDX വെച്ച് ചിലരെ പെടുത്തി കേസുകളിൽ. ആ കേസിലാണ് ജയിലിൽ കിടക്കുന്നത്. പറഞ്ഞൊന്ന് മനസ്സിലാക്കുന്നത് ഷാക്കിറിന്റെ അടുത്ത്. അല്ലാണ്ട് മോദി പിടിച്ചിട്ടോ ജയിലിൽ പിടിച്ചിട്ടോ അല്ലാതെ UPA ടൈമിൽ തുടങ്ങിയ കേസാണത്. ഈ ഒരു RDX കൊണ്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വേണമെന്ന് വെച്ച് പാവങ്ങളെ പേടിപ്പിച്ച് അവരെ ജയിലിലാക്കി. അവാർഡ് വാങ്ങി അതിന് വേണ്ടിയിട്ട്. എനിവേ, നമുക്ക് അനിയൻ, എനിക്ക് ഒരു കാര്യം ചോദിക്കണം. ഇപ്പൊ നമ്മുടെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി എവിടെ ഇല്ല. പക്ഷെ അദ്ദേഹത്തിന് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആണല്ലോ അവിടെ ഇരിക്കുന്നത്, ഇസ്ലാമിക് ജിഹാദും പിന്നെ ഈ പറഞ്ഞ മാതിരി ജമാഅത്തെ ഇസ്ലാമി. നിങ്ങളൊരു കാര്യം, നിങ്ങളൊരു ഡെലിഗേഷൻ, ഒരു 12 പേര് അല്ലെങ്കിൽ ഒരു 6 പേര് ഡെലിഗേഷൻ ബംഗ്ലാദേശിലേക്ക് പോകും. ഇന്ത്യൻ ഗവൺമെന്റ് വേണമെങ്കിൽ എല്ലാ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തു തരും. അവിടെ പോയിട്ട് നിങ്ങൾ ഹിന്ദുക്കളായിട്ടൊന്ന് വർത്താനം. നിങ്ങൾ ഹരിയാനയിൽ പോയി, നിങ്ങൾ വേറെ സ്ഥലത്ത് പോയി എന്നൊക്കെ പറഞ്ഞല്ലോ. ഈ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ഒന്ന് പോയി കാണും. അവരുടെ അടുത്ത് എന്താ നടക്കുന്നതെന്ന് കണ്ടുപിടിച്ചിട്ടൊന്ന് വരാമോ? നിങ്ങൾ TV-ക്കാരെ വേണേൽ 2 പേരെ കൂടെ വിടാം, ഞാൻ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ പറഞ്ഞ് നിങ്ങൾ പോവില്ല അവിടെ. നിങ്ങൾക്ക് അവിടെ പോയി സത്യാവസ്ഥ മനസ്സിലാവുന്നു. അതാണ് നിങ്ങൾക്ക് പേടി. അവിടെ നടക്കുന്ന ഹത്യ ഒരു ശരിക്കും ജനസൈഡാണ് അവിടെ നടക്കുന്നത്. കൂട്ടക്കൊലയാണ് നടക്കുന്നത്. നമ്മൾ ഈ ഹിന്ദുക്കൾ ഈ പറഞ്ഞാൽ ഗുജറാത്ത് റൈറ്റ്സ് പറഞ്ഞപ്പോ അനിലെ 1400 1200 പേര് കൊല്ലപ്പെട്ട 250 പേര് ഹിന്ദുക്കളായിരുന്നു. എങ്ങനെയാണ് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടത്? എനിക്കിത് പറഞ്ഞേറ്റ ഇവര് എന്താ അവർ സൂയിസൈഡ് ചെയ്യുകയും ചെയ്തു? ഹിന്ദുക്കള് അവരെയും കൊന്നു. ഇത് റയറ്റ്സ് ആയിരുന്നു, അല്ലാണ്ട് ഒരു 1 സൈഡഡ് ആയിട്ടുള്ള അറ്റാക്ക് ആയിരുന്നില്ല. ഒരു എനിവേ, നമുക്ക് അതിൽ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ബംഗ്ലാദേശിന്റെ കാര്യം പറഞ്ഞു പറയുമ്പോൾ നമ്മളെ ബംഗ്ലാദേശ് ത്രെറ്റൻ ചെയ്തതാണ്. നിങ്ങളുടെ ചൈനയുടെ അടുത്ത് പോയിട്ട് എന്താ പറഞ്ഞത്? ഈ യൂനിസ് നോബൽ പ്രൈസ് വിന്നർ എന്താ പറഞ്ഞത്? ഇന്ത്യ ഈസ് എ ലാൻഡ് ലോക്ക് കൺട്രി. നമ്മൾ ലാൻഡ് ലോക്ക് ചെയ്യാൻ പറ്റും ഇവരെ വേണമെങ്കിൽ. ഇന്ത്യയുടെ കുറെ സ്റ്റേറ്റ്സിന് നോർത്ത് ഈസ്റ്റിൽ നമ്മൾ ലാൻഡ് ലോക്ക് ചെയ്യാൻ പറ്റും. ഒരു ഭീഷണിയായിരുന്നു അനിൽ നമ്പ്യാർ. അത് ശരിക്കുള്ള ഭീഷണിയായിരുന്നു. അതിന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ നല്ല ലെസൺ ഉണ്ട്. 71 നമ്മൾ കാണിച്ചു കൊടുത്താണ്. US അവരെ 7th ഫ്ലീറ്റ് വിട്ടിരുന്നു. അവരുടെ 7th ഫ്ലീറ്റ് എയർക്രാഫ്റ്റ് കാരിയർ എല്ലാം കൂടിയിട്ട് നമ്മളും പതുക്കെ ചെയ്തു തുടങ്ങണം. ബിക്കോസ് ഇവർക്ക് ഇന്ധനം, ഇവർക്ക് ഫ്യൂവൽ കിട്ടാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ള സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. ഇവരുടെ പോർട്ടിലേക്ക്, ഡാക്കിയായാലും ചിറ്റഗോങ്ങിലേക്ക് വരാൻ വേണ്ടി ഷിപ്പിലെ വരാൻ പറ്റും. ആ ഷിപ്പിൽ നമുക്ക് ബേ ഓഫ് ബംഗാൾ വെച്ച് തടയാം. ഇവരെ കാണാം, ഇവരെന്ത് ചെയ്യുന്നു അപ്പൊ കാണാൻ നമുക്ക് ചെയ്യില്ല. അവർക്ക് നമുക്കൊരു ഈ പറഞ്ഞ മനുഷ്യത്തൊക്കെ ഉണ്ട്. നമ്മൾ പോട്ടെ, പാവങ്ങള് ഈ പാകിസ്ഥാൻ ആണെങ്കിൽ ഇപ്പൊ ആട്ടയ്ക്ക് വേണ്ടി തല്ലുപിടിക്കുകയാണ്. ഇവരും നാളെ ഇങ്ങനത്തെ കണ്ടീഷനിൽ വരരുത്. ഇവർക്ക് 500 മില്യൺ ടണ്ണ് അരിയാണ് നമ്മൾ കൊടുത്തത്. എന്തിനു കൊടുത്തു? കൊടുക്കരുതായിരുന്നു ശരിക്കും ഞാൻ പറയണേ. പക്ഷെ നമുക്ക് മനുഷ്യത്വം, നമ്മൾ മയന്മാറിൽ എർത്ത് വന്നപ്പോൾ അങ്ങോട്ട് വായിച്ചു. അല്ല സുരേഷ് സാർ, നമ്മൾ ചർച്ചയുടെ അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ നോക്കൂ, ഭാരതം ഒന്ന് തുനിഞ്ഞിറങ്ങിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. താങ്കൾ നേരത്തെ പറഞ്ഞു സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാം. വിദേശകാര്യ സെക്രട്ടറി ധാക്കയിൽ എത്തി ബംഗ്ലാദേശ് ഭരണകൂടവുമായി ചർച്ച നടത്തിയിരുന്നു. അതുപോലെ നരേന്ദ്രമോദി മുഹമ്മദ് യൂനിസിനോട് ഹിന്ദുക്കൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് അറുതി വരുത്താൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നിട്ടും അതിക്രമങ്ങൾ തുടരുകയാണ്. എന്തുകൊണ്ട് ഇവർ ഭാരതത്തെ അനുസരിക്കുന്നില്ല? മാത്രമല്ല, സ്വാഭാവികമായ ആളുകൾ ചോദിക്കുന്നതാണ്, ഭാരതം എന്തുകൊണ്ട് കർക്കശമായ നടപടികളിലേക്ക് കടക്കുന്നില്ല? ഇനിയും അമാന്തിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അനിലെ, ഇത് തന്നെ പൊളിഞ്ഞു വീഴാൻ പോകുന്ന ഗവൺമെന്റാണ്. നമ്മളായിട്ട് പോയി പൊളിക്കേണ്ട ആവശ്യമില്ല. അതാ ഞാൻ പറഞ്ഞത്, 10-15 ദിവസം മാക്സിമം ഒരു മാസത്തിനുള്ള ആർമി ടേക്ക് ഓവർ ചെയ്യും. ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിക്കാണ്. ഉണ്ടായിരുന്നു. ആർമി ചീഫിന് വാർണിംഗ് കൊടുത്തിരുന്നു സ്ട്രേറ്റ് ആയിട്ട്, നിങ്ങൾ ബിഹേവ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വന്ന് ടേക്ക് ഓവർ ചെയ്യുന്നു. അവിടെ 5 മിനിറ്റ് പരിപാടിയാണ് ഇവർ മുമ്പ് ചെയ്തിട്ടുള്ള ആർമിക്കാർ ബംഗ്ലാദേശില്. പാകിസ്ഥാൻമാരാണ് അവിടെ, ആർമിയാണ് ഭരിക്കുകയാണ്. പക്ഷെ ഇതാണ് അനിൽ നമുക്ക് പറയാനുള്ളത്. നമ്മൾ ചെയ്ത അതേ ഇപ്പൊ പറയുന്ന ഈ മുസ്ലിം ലീഗിന്റെ ആൾക്കാരൊക്കെ ബന്ധപ്പെടുന്നവര് മോദി ഡിക്റ്റേറ്റർ ആണ്. മോദി പോയി ആക്രമിച്ചു. എത്ര പീസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു കാണും. അവരെ നമ്മൾ എന്തിനാ വേറൊരു രാജ്യത്തിന് പോയി ആക്രമിക്കും? നമ്മൾ ചെയ്യാറില്ല. പക്ഷെ നമ്മൾ ചെയ്യും. നമുക്ക് ചെയ്യാനുള്ള വഴികൾ നമുക്ക് അറിയാം. ഇൻഡയറക്റ്റ് ആയിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ പറഞ്ഞ മാതിരി നമ്മൾ ബ്ലോക്ക് ചെയ്തില്ല. ഇപ്പൊ അവർക്ക് ഒറ്റ ഇമ്പോർട്ട് കിട്ടുന്നില്ല. അവർക്ക് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് എവിടുന്ന് കപ്പലിന് മാത്രമേ അവർക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് വല്ലാത്ത റേറ്റ് കൂടും. അവരുടെ ഹോസിയറി ഇൻഡസ്ട്രി കംപ്ലീറ്റ് ആയിട്ട് കൊളാപ്സ് ആയിട്ട്
തിരുപ്പൂറും ലുധിയാനയും കൊണ്ട് എല്ലാ ഓർഡറുകളും കൊണ്ട്. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. പതുക്കനായിട്ട് ഈ തവള വെച്ച് ചൂടുവെള്ളത്തിലിട്ടുന്ന മാതിരിയാണ്. ആദ്യം തണുത്ത വെള്ളത്തിലിട്ടിട്ട് പിന്നെ പതുക്കനെ ചൂടാവുമ്പോ അതിൽ നിന്ന് തവളയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല. അവസാനം തവള ചത്തു. ആ കണ്ടീഷനിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ബംഗ്ലാദേശിൽ സ്ലോലി അവർ പറഞ്ഞ് മനസ്സിലാക്കി കേട്ടില്ലെങ്കിൽ തന്നെ നമ്മൾ ചെയ്യേണ്ട വരും. യെസ്, ഷാക്കിർ, മതേതരത്വം ആ ഒരു വേർഡിനോട് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയ പക്ഷം സേവ് ദ ലൈഫ്സ് ഓഫ് ഹിന്ദുസ് ഇൻ ബംഗ്ലാദേശ് അങ്ങനെ ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിനെങ്കിലും തുടങ്ങേണ്ടതല്ലേ? ഷാക്കിർ പറഞ്ഞു, ഷാക്കിർ നേരത്തെ മനുഷ്യത്വത്തിന്റെ ഭാഷയിലൊക്കെയാണ് സംസാരിച്ചത്. പക്ഷെ എന്തുകൊണ്ട് അത് ഉണ്ടാവുന്നില്ല? ആയിക്കോട്ടെ, നേരത്തെ അല്ല, നമ്മൾ സ്ഥിരമായിട്ട് ജീവിക്കണ തന്നെ ആ മനുഷ്യത്വത്തിന്റെ ശൈലിയാണ്. ഒറ്റ കാര്യം, 8:46 നമ്മൾ ടെക്നിക്കൽ എറർ കാരണം കൂടുതൽ മനസ്സിലാക്കി പങ്കെടുക്കാൻ പറ്റില്ല. ഒരു 2 മിനിറ്റ് നിങ്ങൾ ഇടപെടാതിരിക്കണേ. ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 21, 22 അടുത്ത 2 ദിവസം സൗദി അറേബ്യയിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ ഒരു നല്ല ഉഭയകക്ഷി ബന്ധം ഊട്ടിയുറപ്പിക്കാനൊക്കെ ആയിട്ട് പോവാണ്. ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് ലോകത്ത് പ്രവർത്തിക്കുന്ന 1ാമത്തെ രാജ്യമാണ് സൗദി അറേബ്യ. അതായത് ഇസ്ലാം മത വിശ്വാസികൾ 100% രാജ്യം. അവിടെ അനിൽ നമ്പ്യാരുടെ ബന്ധുക്കളുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളെ അടുത്ത സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നുണ്ടാവും. ഞാൻ 12 വർഷം സൗദിയിൽ ജോലി ചെയ്ത ആളാണ്. ആ രാജ്യവുമായി നമുക്കുള്ള ബന്ധം, ആ രാജ്യത്ത് 1 ലക്ഷത്തിലധികം ഹൈന്ദവ മതവിശ്വാസികൾ സന്തോഷത്തോടെ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട് 40 കൊല്ലത്തോളമായി. ഇനി തൊട്ടപ്പുറത്ത് ഇപ്പൊ നമ്മുടെ അബുദാബിയിൽ 25 ഏക്കർ ഭൂമിയാണ് ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി ഒരു ഇസ്ലാമിക രാജ്യം കൊടുത്തിട്ടുണ്ട്. ഇസ്ലാമിക രാജ്യം കേട്ടോ. നരേന്ദ്രമോദി ചെല്ലുന്നു. അവിടെ ജോലിക്ക് പോയിട്ടുള്ള ഹൈന്ദവ മതവിശ്വാസികൾക്ക് നോക്ക് നിങ്ങൾ ഇടപെടില്ല പ്ലീസ്. നമ്മൾ മതേതരമാണ് എന്ന് നമ്മൾ വെറുതെ പറയല്ല. യഥാർത്ഥ ഇസ്ലാം മതത്തെ നിങ്ങൾ നിരീക്ഷിക്കേണ്ടത് അവിടെയാണ്. മറ്റ് മതവിശ്വാസികളോട് എങ്ങനെയാണ് കഴിയേണ്ടതെന്ന് ജീവിച്ച് കാണിക്കുകയാണ്. ഇനി നരേന്ദ്രമോദി അവിടെ പോയി നടത്തുന്ന പ്രസ്താവനകൾ, മുഹമ്മദ് ബിൻ സൽമാനെ കാണുമ്പോഴുള്ള സംഗതി, ഞാൻ പറഞ്ഞത് ഇതാണ് ഇസ്ലാമിക രാജ്യങ്ങൾ. പിന്നെ ബംഗ്ലാദേശിലോ മറ്റ് സ്ഥലത്തോ ഉണ്ടാകുന്ന കലാപങ്ങളോ അല്ലെങ്കിൽ സംഘർഷങ്ങളോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമ്മളെ അഭിപ്രായമാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ചെയ്യുന്നതേ നമുക്ക് കാണിച്ചു തരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് വേറെ ആരെങ്കിലും ചെയ്യുന്ന കുഴപ്പങ്ങൾ, കുറ്റങ്ങൾ, അതിന്റെ ഉത്തരവാദി നമുക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? അഭിപ്രായം പറയാനേ പറ്റുള്ളൂ. ആ അഭിപ്രായം പറയും നമ്മൾ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യരെയും കൊല്ലാൻ പാടില്ല. അതിന്റെ അവകാശം നമുക്കില്ല. ധാർമ്മികമായി തെറ്റാണ്, മതപരമായി തെറ്റാണ്, നിയമപരമായി തെറ്റാണ്. അത് ഉറക്കെ പറഞ്ഞാൽ അതിന് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ യുവരാജ് ഗോകുലിനും സുമേഷിനും നിങ്ങൾക്ക് പറയാൻ പറ്റും. ഞാൻ എന്റെ പ്രിയപ്പെട്ട കുറ്റപ്പെടുത്താനാണ് താങ്കൾ സമയം ഉപയോഗിച്ചത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ ശ്രീ അനിൽ നമ്പ്യാർ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. നിങ്ങൾ ഇരിക്കുന്നത് ജനൻ ടിവിയുടെ പ്രധാനപ്പെട്ട ചുമതലയിലാണെങ്കിൽ കൂടി എന്നോട് പലപ്പോഴും പലരും പറയും, ഷാക്കിർ വെറുതെ എന്തിനാ ജനൻ ടി വി പോണെന്ന്. അവരൊരിക്കലും പറഞ്ഞാൽ അവർക്ക് മനസ്സിലായില്ല, സംസാരിക്കാൻ സമയം പോലും. ഞാൻ പറഞ്ഞു, അല്ല, ജനൻ ടിവിയുടെ പ്രേക്ഷകരിൽ ഭൂരിഭാഗവും പിന്നെ RSS BJPയുടെ ആളുകളാണ്. കേൾക്ക്, RSS BJPയുടെ ആളുകളാണ്. സ്വാഭാവികമായി ഇതിന്റെ ഒരു സെക്കൻഡ്. അപ്പൊ സ്വാഭാവികമായി ഒരു വരി മുഴുവനാക്കട്ടെ പ്ലീസ്. ഞാൻ ഒരു വരി മുഴുവനാക്കട്ടെ. ഈ യുവരാജ് ഗോകുലും BJPയുടെ സുഹൃത്തുക്കളും അനിൽ നമ്പ്യാർക്കൊക്കെ നമ്മളിത് പറഞ്ഞു കൊടുത്താൽ അവരിത് കേൾക്കാത്തോണ്ട്. നേരത്തെ കാഫിറിനെ പറ്റി പറഞ്ഞു, വഖഫിനെ പറ്റി. ഈ അറബി പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയതിന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ മിക്കവാറും നിങ്ങൾ അതൊക്കെ ഇട്ടെറിഞ്ഞ് ഇതിലേക്ക് വരുമെന്നുള്ള ബേജാറ് കൂടി ഇരിക്കണം. വരണമെന്നല്ല, നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോൾ ഈ രാജ്യത്ത് ജീവിക്കണം. അത് വേണ്ടേ? അത് നിങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ ഭീകരവാദം കെട്ടിവെക്കുക. RSS 100 കണക്കിന് ആളുകളെ കൊന്നാൽ അത് പറയാൻ പാടില്ല. അപ്പൊ അത് ശരിയല്ലല്ലോ. രണ്ടും ഒരേപോലെ കാണണ്ടേ? അപ്പൊ സത്യസന്ധമായി വിലയിരുത്തണ്ടേ? ഞാൻ വീണ്ടും പറയാണ്, ശ്രീ അനിൽ നമ്പ്യാരെ പോലെയുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകർ, നിങ്ങൾക്ക് നിങ്ങളുടെ ആശയം പ്രചരിപ്പിക്കാം, ആദർശം പറയാം, ഒക്കെ ചെയ്യാം. പക്ഷെ ദയവ് ചെയ്തിട്ട് വിഷം കലക്കുന്ന പരിപാടി എടുക്കരുത്. അത് നമ്മുടെ സമൂഹത്തിന് അപകടകരമാണ്. ഇപ്പൊ ഇന്ത്യയിൽ പെട്രോളിന് വില കൂടിയാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാകുന്നത് 80% വരുന്ന ഹൈന്ദവ മതവിശ്വാസികളാണ്. ജോലിയില്ലാഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഹൈന്ദവ മതവിശ്വാസികളാണ്. നിങ്ങൾ എന്താ പ്രതികരിക്കാത്തത്? ആ രീതിയിൽ നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ ഹിന്ദുക്കളെ ഉപദ്രവിക്കല്ലേ? നമുക്ക് ചർച്ച ചെയ്യണ്ടേ? നിങ്ങൾ എന്താ ചർച്ച ചെയ്യാത്തത്? യുവരാജ് ഗോകുലിന് പരാതിയില്ലേ? യുവരാജ് ഗോകുലിന്റെ വീട്ടിലെ ഗ്യാസിന് എത്ര പൈസ കൂടി? എന്താ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാത്തത്? ശ്രീ സുമേഷ് ഏട്ടൻ ഞങ്ങളെ വളരെ എന്തൊരു സുരേഷ് ജി, നിങ്ങളോട് ഞാൻ വളരെ വിനീതം, എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കണ്ടിട്ട് ചോദിക്കുകയാണ്. ഈ BJP ഗവൺമെന്റ് 13 വർഷത്തോളമായി 12 വർഷത്തോളം ഇങ്ങനെ ആളുകളെ ഉപദ്രവിച്ചിട്ട് നിങ്ങൾക്ക് എന്താ? നിങ്ങൾ ഇപ്പോഴും ബംഗ്ലാദേശ് ചർച്ച ചെയ്യാൻ നിൽക്കുന്നത്? അവിടെ ആളുകളെ കൊന്നത് മോശമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. നമ്മളൊക്കെ ഒരേ അഭിപ്രായക്കാരാ. ഞങ്ങൾ വേണേൽ ഹാഷ്ടാഗ് ഇട്ട് പരിപാടി നടത്തിക്കോളാം. നിങ്ങളോട് പറയാനുള്ളത്, ഈ ഇപ്പൊ 5 ആളുകളെ കുറച്ച് ദിവസം മുമ്പ് UP വെറുതെ പോലീസ് വെടിവെച്ച് കൊന്നു. എന്താ യോഗി ആദിത്യനാഥ്? നിരപരാധികളെ
അതായത് കല്ലറിഞ്ഞു. ആണ്. ഇതിനകത്ത് ആ സാധുക്കൾ വല്ല കുറ്റം ചെയ്തിട്ടുണ്ടോ? ഇല്ല ഒന്നും ചെയ്തില്ല. ആരെ കല്ലെറിഞ്ഞു? ഒന്നും ചെയ്തില്ല. വെറുതെ നിൽക്കുക. നോക്ക്, അല്ല നിങ്ങൾ നോക്ക്, നിങ്ങൾ ആദ്യം പോലീസ് പറഞ്ഞു റബ്ബർ ബുള്ളറ്റ് ആണെന്ന്. അല്ല അല്ല, നിങ്ങൾക്ക് പ്രൊസീജിയർ മനസ്സിലാക്കും. പ്രൊസീജിയർ മനസ്സിലാക്കും. റബ്ബർ ബുള്ളറ്റ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഒരു പോലീസ് എങ്ങനെ ഡീൽ ചെയ്യുക? എന്താണ് റബ്ബർ ബുള്ളറ്റ് അറിയോ? എന്താ റബ്ബർ ബുള്ളറ്റ് അറിയോ? അതിനുശേഷം ഒരു മിനിറ്റ് നിങ്ങൾ പറഞ്ഞോളി. എനിക്ക് കുറച്ച് സമയം തന്നിട്ടുള്ളൂ. തൊട്ടടുത്ത ദിവസം പോയിരുന്നു.